വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഇറാന്റെ ക്രൂഡ് ഓയിൽ വീണ്ടും ആഗോള വിപണിയിൽ ശ്രദ്ധ നേടുകയാണ്. സമാധാന കരാർ പശ്ചാത്തലത്തിൽ 60 ദിവസത്തേക്ക് അമേരിക്ക ഉപരോധത്തിൽ ഇളവ് നൽകിയതോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഇറാനിയൻ എണ്ണ വാങ്ങാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നത്. പാകിസ്ഥാൻ ഇതിനോടകം തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഇറാനിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിച്ചാൽ വാർഷിക ഇറക്കുമതി ചെലവിൽ 17 മുതൽ 34 കോടി ഡോളർ വരെ ലാഭിക്കാനാകുമെന്നാണ് ഇസ്ലാമാബാദിന്റെ വിലയിരുത്തൽ. ഇതിന് പിന്നാലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചതുമേറെ ശ്രദ്ധേയമായി. കുറഞ്ഞ വിലയിൽ കൂടുതൽ എണ്ണ ലഭിക്കുമെന്ന പ്രതീക്ഷ പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യയുമായും ഇറാൻ ചർച്ചകൾ ആരംഭിച്ചു. ഇന്ത്യക്ക് പുറമെ ജപ്പാൻ, ദക്ഷിണ കൊറിയ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുമായും എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ അടുത്തിടെ 5.3 ലക്ഷം ബാരൽ ഇറാനിയൻ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു. കുറഞ്ഞ വിലയും കുറഞ്ഞ ചരക്ക് കൂലിയും ഇന്ത്യക്ക് അനുകൂല ഘടകങ്ങളാണ്. എന്നാൽ അമേരിക്കയുടെ തുടർ നിലപാട് ഇപ്പോഴും അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഉപരോധ ഇളവ് അവസാനിച്ചാൽ എണ്ണ വാങ്ങുന്ന കമ്പനികൾക്കും ബാങ്കുകൾക്കും വീണ്ടും അമേരിക്കൻ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരുമോ എന്നുള്ള ആശങ്ക തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നത്. അതുപോലെ ഇറാനുമായി ഏത് കറൻസിയിൽ പണമിടപാട് നടത്തും എന്ന കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ചൈന നിലവിൽ യുവാനിലാണ് ഇറാനിയൻ എണ്ണ വാങ്ങുന്നത്. ഇന്ത്യ ഏത് സംവിധാനം സ്വീകരിക്കും എന്നുള്ളതും ഏറെ നിർണായകമായിട്ടുള്ള ഘടകം തന്നെയാണ്. മറ്റൊരു പ്രധാന ഘടകവും ഇന്ത്യ പരിഗണിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സാധാരണ നിലയിലായാൽ UAE, സൗദി അറേബ്യ, ഇറാഖ് തുടങ്ങിയ ഇന്ത്യയുടെ പരമ്പരാഗത വിതരണക്കാരിൽ നിന്നും വീണ്ടും തടസ്സമില്ലാതെ എണ്ണ ലഭിക്കും. അങ്ങനെ വന്നാൽ ഇറാനിയൻ എണ്ണയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ട സാഹചര്യം ഇന്ത്യക്ക് ഉണ്ടാകണമെന്നില്ല. 2019 അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നതിന് മുൻപ് ഇന്ത്യ ഇറാന്റെ പ്രധാന ഉപഭോക്താക്കളിൽ ഒരാളായിരുന്നു. എന്നാൽ ഉപരോധം നിലവിൽ വന്നതോടെ ഇറക്കുമതി പൂർണ്ണമായും നിലച്ചിരുന്നു. ഉപരോധ ഇളവിന്റെ ഈ 60 ദിവസങ്ങൾ അവസാനിക്കും മുമ്പ് ഇന്ത്യ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. കുറഞ്ഞ വിലയുടെ നേട്ടം ഉപയോഗപ്പെടുത്തുമോ അതോ അമേരിക്കൻ നയത്തിന് കാത്തിരിക്കുമോ? ഊർജ്ജ മേഖലയിലെ അടുത്ത വലിയ ചർച്ചയായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.